ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ നന്നായിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും മെയിൻ ഡോർ എസ്കേപ്പ് എന്തായാലും നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ വാൻ എസ്കേപ്പാണ് ഗൈസ്. വാൻ എസ്കേപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. ലൈക്ക് ആൻഡ് സപ്പോർട്ട് ഗൈസ്. നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം ഗൈസ്. അമ്മച്ചി ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് അമ്മച്ചി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഗൈസ്. പുള്ളിക്കാരത്തെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ഈ വഴി കടന്ന് പോകണം. നമുക്ക് വേഗം മേളിലേക്ക് പോകണം ഗൈസ്. മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഇലക്ട്രിസിറ്റി വെക്കാനില്ല ഗൈസ്. ഒരു ഇലക്ട്രിസിറ്റി കേബിൾ നമുക്കവിടെ വെക്കാനുണ്ട്. ആ കേബിൾ നമുക്കവിടെ വെക്കണം. എന്നാൽ മാത്രമേ ബാക്കിയുള്ള ഡോറുകളെല്ലാം തുറക്കുള്ളൂ ഗൈസ്. ഇവിടെയാണ് മിക്കവാറും അത് ഉണ്ടാവാറ് ഗൈസ്. ഇവിടെ ഉണ്ട് ഗൈസ്. സ്മോൾ കേബിൾ. നമുക്ക് ഈ കേബിൾ അവിടെ കൊണ്ടുവന്ന് വെക്കണം. സാർ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി താഴെ പോയി സ്വിച്ച് ഓൺ ആക്കണ പരിപാടിയാണ് ഗൈസ്. അമ്മച്ചി ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഇതെന്താണ്? കോയിനാണ് ഗൈസ്. കോയിൻ നമുക്ക് ആവശ്യമുണ്ട്. ഗൈസ്, അമ്മച്ചി ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കാം ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ അമ്മച്ചി ഭയങ്കര സീനായിരുന്നു ഗൈസ്. പുള്ളിക്കാരത്തെ അണ്ടർഗ്രൗണ്ടിലൊക്കെ വന്നായിരുന്നു. അണ്ടർഗ്രൗണ്ടിൽ വരും ഗൈസ്. അമ്മച്ചി വന്നിട്ടുണ്ട് ഇവിടെ. പുള്ളിക്കാരത്തി നമ്മളവിടെ നിന്ന് തിരയുകയാണ് ഗൈസ്. പുള്ളിക്കാരത്തി തിരിച്ചു പോയിട്ടുണ്ട്. നമുക്ക് പുള്ളിക്കാരത്തി പുറകെ പോകണം ഗൈസ്. പുള്ളിക്കാരത്തി പുറകെ പോകണം. അമ്മച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് പയ്യെ പുറകെ പോകാം ഗൈസ്. താഴെ പോയിട്ട് എന്നിട്ട് ആ സ്വിച്ച് ഓൺ ആക്കാനുണ്ട്. എന്നാൽ മാത്രമേ ഇവിടെയൊക്കെ ഗേറ്റ് തുറക്കത്തുള്ളൂ. കണ്ട ഗൈസ്, അവിടെയൊക്കെ അയ്യോ അമ്മച്ചി നമ്മൾ കണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാം. അമ്മച്ചി ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയില്ല ഗൈസ്. അമ്മച്ചി നമ്മളെ കണ്ട്. ഇത് അത്യാവശ്യം സീനുള്ളൊരു ഗെയിമാണ് ഗൈസ്. എവിൾനൺ. ഡോർ എസ്കേപ്പ് എനിക്ക് വലിയൊരു പാട് തോന്നിയില്ല ഗൈസ്. ആദ്യം കളിച്ചപ്പോൾ ചെറിയൊരു പാട് തോന്നിയെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഈസിയാണെന്ന് എനിക്ക് തോന്നി ഗൈസ്. അമ്മച്ചി ഇത് ഇവിടെ വാതിലൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്കിത് തുറന്ന് താഴത്തേക്ക് പോകണം ഗൈസ്. ആദ്യം കളിച്ചപ്പോൾ ചെറിയൊരു സീനാന്ന് വിചാരിച്ചു ഗൈസ്. പക്ഷേ നമ്മുടെ ഗ്രാനി തന്നെയാണ് കുറച്ചും കൂടി സീൻ എന്നാണ് എനിക്കിപ്പോൾ തോന്നണേ. കാരണം ഡോർ എസ്കേപ്പൊക്കെ ഭയങ്കര ഈസി ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. ഡോർ എസ്കേപ്പിന് അങ്ങനെ ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട. പക്ഷേ ഗ്രാനിക്കകത്ത് അങ്ങനെയല്ല, കുറേ സാധനം നമ്മൾ കണ്ടുപിടിക്കണം. അമ്മച്ചി മേളിലേക്ക് പോകുന്നുണ്ട് ഗൈസ്. അമ്മച്ചി മേളിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് അവിടെ പോയി ആ സ്വിച്ച് ഓൺ ആക്കണം ഗൈസ്. ഈ സ്വിച്ച് ഓൺ ആക്കണം. നമ്മൾ ഈ വഴിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രക്ഷപ്പെട്ടെ. നമുക്കിനിപ്പോൾ ഇങ്ങോട്ടേക്ക് പോവാം. ശബ്ദം കേട്ട് എന്തായാലും അമ്മച്ചി താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ആ ചൂലാണ്. ചൂലിൻ്റെ ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. നമുക്കെന്തായാലും ഗൈസ് ഇത് അമ്മച്ചിയുടെ റൂമാണ് ഗൈസ്. നമുക്ക് ഈ വഴി എന്തായാലും പോവാം ഗൈസ്. ഈ വഴി പോകണം. നമുക്കെന്തായാലും ഈ വഴി ഒന്ന് കടന്ന് പോവാം ഗൈസ്. നമുക്കിതിൻ്റെ ഉള്ളിൽ കയറി മിക്കവാറും അമ്മച്ചി ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ ശബ്ദം കേട്ടില്ലേ? അവിടെ ശബ്ദം അതേ വരുന്ന ഗൈസ്. അമ്മച്ചി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരത്തി ശബ്ദം കേൾക്കുമ്പോൾ വരും ഗൈസ്. അമ്മച്ചി അവിടേക്കാണ് ഗൈസ്. പുള്ളിക്കാരത്തി അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഗൈസ്. ഇതെന്താണ് മന്ത്രം ചൊല്ലുന്നതാ? പുള്ളിക്കാരത്തി തിരിച്ചു പോയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഗൈസ്, നമ്മളെന്തായാലും ഗൈസ് അമ്മച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് പയ്യെ ഇറങ്ങിയാലോ ഗൈസ്? ഇവിടുന്ന് പയ്യെ ഇറങ്ങാം. നമ്മളെന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങോട്ടേക്ക് വഴിയില്ല, അങ്ങോട്ടേക്ക് പോകണം. അതിനു മുമ്പ് ഗൈസ് ഈ വഴി അമ്മച്ചി വരുമോ? എനിക്ക് പേടിയാവുന്നുണ്ട് ഗൈസ്. അമ്മച്ചിയുടെ മുമ്പിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ തീർന്ന് ഗൈസ്. നമ്മൾ ബാസ്കറ്റ് ബോൾ കോർട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പോയി തുറക്കാനൊക്കെ ഉള്ള സംഭവം ഉണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കട്ടെ, ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുമെന്നൊക്കെ നോക്കാം ഗൈസ്. നോക്കട്ടെ. നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അപ്പുറത്തേക്ക് പോകാം ഗൈസ്. അപ്പുറത്ത് പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. നമ്മളെന്തായാലും ഇപ്പുറം എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇനിയിപ്പോൾ എന്താണ് ഗൈസ്? നമുക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് പോയാലോ എന്നുണ്ട് ഗൈസ്. അമ്മച്ചി മിക്കവാറും ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അമ്മച്ചി ദേ പോണ്. അത് ആ ശബ്ദം കേട്ടോണ്ടാണ് അമ്മച്ചി അങ്ങോട്ട് പോകുന്നത്. നമുക്കെന്തായാലും ഈ വഴി പോവാം. അമ്മച്ചി നമ്മളെ കണ്ടു. ദേ വരുന്നു. വേഗം പൊക്കോ. അയ്യോ പിടിക്കില്ലേ. നമുക്ക് മേളിലേക്ക് പോകണം ഗൈസ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ആ മേളിലൊരു മീനില്ലേ ഗൈസ്? ആ മീനിട്ട് നമ്മൾ താഴത്തേക്ക് ഇടുവാണെങ്കിൽ അതിനകത്തുനിന്നൊരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കും ഗൈസ്. ആ മീൻ അമ്മച്ചിനെ അട്രാക്റ്റ് ചെയ്ത് നിർത്തിക്കോളും. നമുക്കപ്പോൾ എന്തായാലും ആ മീനെടുത്ത് താഴത്തേക്ക് ഇടണം.
ഓക്കെ ഓക്കെ ഇതിവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ വഴി പോകാം ഗൈസ്. ഗൈസ് അമ്മച്ചി ഇമ്മച്ചി ഇനി അണ്ടർഗ്രൗണ്ടിൽ വരുമെന്ന് എനിക്കറിയില്ല ഗൈസ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഡോർ എസ്കേപ്പിൽ അമ്മച്ചി നമ്മൾ ഈ വഴി പോയപ്പോൾ അമ്മച്ചി അണ്ടർഗ്രൗണ്ടിൽ വന്നതാണ്. ഓക്കെ ഈ പ്രാവശ്യം ഇല്ലയെന്നാണ് എനിക്ക് തോന്നണേ. അമ്മച്ചി വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർന്ന്. ഓക്കെ ഓക്കെ ഈ വഴി ബ്ലോക്കാണ്. ഓക്കെ നമുക്ക് ഈ വഴി പോകാം ഗൈസ്. ഓക്കെ ഈ വഴി നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. ഓക്കെ എങ്ങനെയും നമ്മൾ റോട്ടിലെത്തണം ഗൈസ്. കാരണം റോട്ടിലാണ് വാൻ എസ്കേപ്പ് നടക്കുന്നത്. ഓക്കെ നമ്മളിതിപ്പോൾ എവിടെയാണ് ഗൈസ് എത്തി? ഇത് വന്ന വഴിയല്ലേ, നമ്മൾ ഇവിടെ വന്നതായിരുന്നു. ഓക്കെ ഓക്കെ നമുക്ക് ഇനിയിപ്പോൾ അമ്മച്ചി ഇപ്പോൾ ആ മെയിൻ്റെ ശബ്ദം കിട്ടി അമ്മച്ചി എന്തായാലും മേളിലാവാനാണ് ചാൻസ് കൂടുതലും. ഓക്കെ നമുക്കിനിയിപ്പോൾ ഏത് വഴി പോകണമെന്ന് എനിക്കൊരു പിടിയില്ല. നമുക്ക് എന്തായാലും ഈ വഴി പോവാം ഗൈസ്. ഓക്കെ അമ്മച്ചി മേളിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ നമുക്ക് എന്തായാലും ഗൈസ് എന്തൊക്കെയാണ് വാൻ എസ്കേപ്പിന് വേണ്ടതെന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. അതെങ്ങനെ എസ്കേപ്പ് ഒന്നും എനിക്കറിയില്ല ഗൈസ്. ഓക്കെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ ഗൈസ്. ഈ ബാത്റൂമിൻ്റെ ഉള്ളിലൊന്നും ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല ഗൈസ്, ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഓക്കെ നമുക്ക് ഈ റൂമിൽ എന്താണ് ഗൈസ് ഉള്ളത് നോക്കാം. ഓക്കെ ഇവിടെ ക്രൗ ബാർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇളക്കാനുള്ളൊരു പലകയുണ്ട് ഗൈസ്. ഓക്കെ ഈ പലക ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് പോവായിരുന്നു ഗൈസ്. പക്ഷേ ക്രൗ ബാർ നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ്. ഇവിടെ ഒന്നും ഒന്നുമില്ല ഗൈസ്. ഓക്കെ ഇവിടെ ഒന്നുമില്ല. ഓക്കെ ഗൈസ് ഇതെന്താണ് സെമിത്തേരിയാ ഗൈസ്. അത് സെമിത്തേരിയാണ് ഗൈസ്. ഓക്കെ സെമിത്തേരിയാണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ നമുക്കിനിയിപ്പോൾ ഇതിനകത്തൊന്നുമില്ല. ഓക്കെ വാൻ എസ്കേപ്പിന് എന്താണ് ഗൈസ് വേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല ഗൈസ്. കാരണം നമ്മൾ ഇടയ്ക്കൊക്കെ ശബ്ദം കേൾക്കാറുണ്ട്, വാൻ വരുന്ന ശബ്ദം കേൾക്കാറുണ്ട്. നമ്മൾ കഴിഞ്ഞ കളിയിൽ നമ്മൾ താഴെ പോയി വിളിച്ചപ്പോൾ ഒരു അമ്മച്ചി വന്നില്ലേ ഗൈസ്. ഒരു അമ്മച്ചി തുണി അലക്കാൻ വേണ്ടി വന്നായിരുന്നു. പുള്ളിക്കാരത്തി ആണ് വാൻ ഓടിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ആ വാനിനകത്തെങ്ങാണ്ടാണ് രക്ഷപ്പെടേണ്ടത്. ഓക്കെ ആ അമ്മച്ചിക്ക് പക്ഷേ നമ്മളെ പേടിയാണ്. പുള്ളിക്കാരത്തി നമ്മൾ കാണുമ്പോഴത്തേനും പേടിച്ച് ഓടുന്നൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ് ഈ വാതിൽ തുറക്കാൻ പറ്റില്ല നമുക്ക്. ആ വഴിയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് ഗൈസ്. നമ്മൾ എന്താണ് ഗൈസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഇതേതാണ് വഴി? ഓക്കെ ഇത് ഏതൊരു വഴി? ഓക്കെ നമുക്ക് ഈ വഴി പോയി നോക്കാം. ഗൈസ്. ഈ വഴി പോയി നോക്കാം ഗൈസ്. ഇത് അമ്മച്ചിയുടെ ബാത്റൂമാണ് ഗൈസ്. ഓക്കെ അമ്മച്ചിയുടെ ബാത്റൂമാണ്. ഓക്കെ ഗൈസ് ഇവിടെ എന്തോ ഇളക്കാനുണ്ടല്ലോ. അവിടെ ക്രൗ ബാർ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ എന്തോ ഇളക്കാനുണ്ട് സത്യം പറഞ്ഞാൽ. ഓക്കെ ഓക്കെ നമ്മളിനിപ്പോൾ ഓക്കെ ഗൈസ് ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? ഐ ഡോണ്ട് നോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഗൈസ് സത്യം പറഞ്ഞാൽ. ഓക്കെ അമ്മച്ചിനെ കാണാനില്ല. നമുക്ക് മേളിലേക്ക് പോയാലോ? മേളിലായിരിക്കും മിക്കവാറും അമ്മച്ചി. ആ മെയിൻ്റെ ശബ്ദം അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ ഗൈസ്. അതുകൊണ്ട് അവിടെ തന്നെ ആയിരിക്കാം. നമുക്കെന്തായാലും ഇവിടെ കയറി സെർച്ച് ചെയ്ത് നോക്കാം. ഇതെന്താണ് ഗൈസ്? യെല്ലോ കീ ഗൈസ്. ഈ യെല്ലോ കീ എനിക്ക് ഓർമ്മയുണ്ട് ഗൈസ്. നമ്മളാ മറ്റേ ആ വാൻ വരുന്നില്ല ഗൈസ്, അവിടെ താഴെ പോകുമ്പോൾ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് തുറക്കാൻ വേണ്ടിയാണ് ഈ യെല്ലോ കീ. അതിൻ്റെ ഉള്ളിൽ നിന്ന് പക്ഷേ എനിക്ക് കിട്ടിയത് പെയിൻ്റ് ആയിരുന്നു ഗൈസ്. ആ പെയിൻറ്റ് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഒരു പെയിൻറ്റ് പോട്ടായിരുന്നു നമുക്ക് അതിനുള്ളിൽ നിന്ന് കിട്ടിയത്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഇനി അത് വാൻ എസ്കേപ്പിന് വേണ്ടിയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. നോക്കാം. ഓക്കെ നമ്മളിതിപ്പോൾ ഗൈസ് എങ്ങോട്ട് പോകും? ഓക്കെ ഈ കീ എന്തായാലും ഇവിടെ കിടക്കട്ടെ ഗൈസ്. നമുക്കിനി മേളിൽ പോയിട്ട് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. ഓക്കെ ഗൈസ് ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കണം. ക്രൗ ബാർ ഇവിടെ ഇരിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇതേ ഗൈസ് ക്രൗ ബാർ ഉണ്ട് ഗൈസ്. ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ക്രൗ ബാർ ഇവിടെ മിക്കപ്പോഴും കാണാറുണ്ട്. ക്രൗ ബാർ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ ക്രൗ ബാർ വെച്ച് കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. ഓക്കെ ക്രൗ ബാർ വെച്ച് കുറച്ച് പരിപാടി ഉണ്ട്. നമുക്ക് എന്തായാലും ഈ ക്രൗ ബാറും കൊണ്ട് താഴെ പോകണം. താഴെ പോയി ഞാൻ ബാത്റൂമിൻ്റെ അവിടെ ഒരു പലക ഇളക്കാനുണ്ട് ഗൈസ്. ആ പലക ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ആ വഴി റോട്ടിലേക്ക് എത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ. മേ ബി അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആ യെല്ലോ കീ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ നമുക്കെന്തായാലും ഈ പലക ഇളക്കണം ഗൈസ്. ഓക്കെ പലകളക്ക്. ഓക്കെ പലക അങ്ങനെ നമ്മൾ ഇളക്കിയിട്ട് ഗൈസ്. ഓക്കെ നമുക്ക് ഈ വഴി കടന്ന് പോകണം. അതിനു മുമ്പ് ഈ ക്രൗ ബാർ ഇവിടെ കിടക്കട്ടെ ഗൈസ്. ഓക്കെ ക്രൗ ബാർ അവിടെ കിടക്കട്ടെ. ഭയങ്കര ശബ്ദം ഉണ്ടായി ഗൈസ്. ഓക്കെ അമ്മച്ചി ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല. കാരണം മീൻ അവിടെ കിടക്കണോണ്ട് അതിനകത്തുനിന്ന് ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ നമ്മളെന്തായാലും ഈ വഴി വന്നിട്ടുണ്ട്. ഓക്കെ സിവറിലേക്ക് ഇറങ്ങാം എന്തായാലും. ഓക്കെ പച്ച കാണിച്ച അതിൽ മാത്രമാണ് ഗൈസ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ
ഗൈസ് നമുക്ക് ഈ വഴി മേളിലേക്ക് കയറണം ഗൈസ്. ഓക്കെ നമ്മളങ്ങനെ ഫൈനൽ റോട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ റോഡ് തന്നെയാണ് ഗൈസ്. അവിടെ വാൻ കിടക്കുന്നുണ്ട് ഗൈസ്, ഇതേ വാൻ. അപ്പോൾ ആ അമ്മച്ചി വന്നിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ ആ വാൻ കിടക്കുന്നുണ്ട്. ആ വാനിൽ കയറി കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത് ഗൈസ്. ഓക്കെ അമ്മച്ചി നമ്മളെ കണ്ടു കഴിഞ്ഞാൽ സീനാവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ ആ വാൻ അവിടെ എന്തായാലും കിടക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ ഇതേ കിടക്കുന്നു ആ വാൻ. ഓക്കെ അമ്മച്ചി വഴി വരുമോയെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. അമ്മച്ചി